പിണറായി വിജയൻ ഇപ്പോഴും പിന്നിലാണ്. 2523 വോട്ടിന് ധർമ്മടത്ത് പിണറായി വിജയൻ ഇപ്പോഴും പിന്നിലാണ്. രണ്ടാം റൗണ്ടിൽ മുഖ്യമന്ത്രി കൂടുതൽ താഴേക്ക് എന്നുള്ള കണക്കാണ് വന്നിരിക്കുന്നത്. ഇത് ഔദ്യോഗികമായി വന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണക്കാണ്. ഇതുവരെ കിട്ടിയ വോട്ട് 9538 വോട്ടാണ് ഇതുവരെ പിണറായി വിജയന് കിട്ടിയത്. 2523 വോട്ടുകൾക്ക് പിണറായി വിജയൻ പിന്നിലാണ്. ഈ VP അബ്ദുൾ റഷീദിനെ എന്ത് വിളിക്കണമെന്ന് അറിഞ്ഞുകൂടാ. ധർമ്മടത്ത് പോയി പിണറായി വിജയനെ 2500 വോട്ടിന് പിന്നിലാക്കാൻ കഴിയുന്ന എന്ത് അത്ഭുതമാണ്. അതായത് VP അബ്ദുൾ റഷീദ് കൊട്ടാരക്കരയിൽ KN ബാല പോലെ 693 വോട്ട് ലീഡ് ചെയ്യുന്നു. അബ്ദുൾ റഷീദ് 12061 വോട്ട് പിടിക്കുമ്പോൾ പിണറായി വിജയന് 9538 വോട്ടേ പിടിക്കാനായുള്ളൂ. അനൂപ് ആന്റണി 50 വോട്ടുകൾക്ക് മുന്നിൽ എന്ന് വെച്ചാൽ തിരുവല്ല, നേമം, കോഴിക്കോട് സൗത്ത്, പാലക്കാട് 4 മണ്ഡലങ്ങളിൽ ഇപ്പോൾ BJP ലീഡ് ചെയ്യാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്നലെ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പറഞ്ഞത് പിണറായി വിജയൻ ആദ്യ റൗണ്ട് എണ്ണുമ്പോൾ തന്നെ പിന്നിൽ പോകുമെന്ന്. അത് തന്നെ സംഭവിച്ചിരിക്കുകയാണ്. 2500 വോട്ടുകൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത് പിന്നിലാണ് എന്ന ഞെട്ടിക്കുന്ന വിവരമാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ തിരിച്ചു വരുന്നു. പക്ഷേ അപ്പോഴും പിണറായി വിജയൻ തിരിച്ചു വരുന്നില്ല. 2500 വോട്ടുകൾക്ക് പിണറായി വിജയൻ പിന്നിലാണ് ഇപ്പോഴും എന്നുള്ള ഒരു പൊളിറ്റിക്കൽ ബ്രേക്കിംഗ്. അബിൻ വർക്കിയുടെ പ്രവചനം ശരിയായിരിക്കുന്നു. ധർമ്മടത്തിന്റെ കാര്യത്തിൽ അബിൻ വർക്കിയുടെ കാര്യത്തിൽ അബിൻ വർക്കിക്കും സന്തോഷിക്കാം. ഒരു ഘട്ടത്തിൽ പോലും പിന്നാക്കം പോയിട്ടില്ല എന്നുള്ളതാണ്. അബിൻ വർക്കിയുടെ ലീഡും 2000 വോട്ടുകളുടെ സമയത്ത് മാത്രമാണ് തുടർച്ചയായി മുന്നിലാണ്. ഓക്കെ, ഇപ്പോൾ വരുന്ന വിവരമനുസരിച്ച് 2 റൗണ്ട് പൂർത്തിയാകുമ്പോൾ കൊട്ടാരക്കരയിൽ KN ബാലഗോപാൽ 693 വോട്ട്. കാഞ്ഞിരപ്പള്ളിയിൽ പുറകിലാണ് UDF സ്ഥാനാർത്ഥിയുടെ ലീഡ് 1245. ജയരാജ് പിന്നിലാണ്. ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആവേശോജ്വലമായ ഒരു വിധിയെഴുത്താണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. കൂട്ടത്തോടെ വന്ന് വോട്ട് ചെയ്തത് എന്തിനാണ് എന്നുള്ളതിന് സൂചന. ആലപ്പുഴയിൽ UDF ലീഡ് ഉയർത്തുന്നു, PP ചിത്രരഞ്ജൻ പിന്നിലാകുന്നു എന്നുള്ളത് ഇടതു കേന്ദ്രങ്ങളെ ഞെട്ടിക്കുന്ന വാർത്തയാണ്. അതേസമയം തന്നെ ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്നിലാകുന്നു എന്നുള്ളത് ഞെട്ടിക്കുന്ന വാർത്തയാണ്. ഇടതു കോട്ടകളെ ഞെട്ടിച്ച്, ഇടതു നേതാക്കളെ ഞെട്ടിച്ച് UDF നേരോട്ടമാണ്. രണ്ടാം റൗണ്ടിലും ഫാത്തിമ തഹ്ലിയ തന്നെ. ഫാത്തിമ തഹ്ലിയ 3682 വോട്ടുകളുടെ ലീഡാണ് ഇപ്പോൾ പേരാമ്പ്രയിൽ. ആരെയാണ് പരാജയപ്പെടുത്തുന്നത്? LDF കൺവീനറെ പിന്നിലാക്കിക്കൊണ്ട് ഫാത്തിമ തഹ്ലിയുടെ കുതിപ്പാണ് കാണുന്നത്. ഫാത്തിമ തഹ്ലിയുടെ ഒരുപക്ഷെ ഫാത്തിമ തഹ്ലിയ പോലും സ്വപ്നം കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു കുതിപ്പാണ് ആദ്യത്തെ 2 പ്രവചിക്കാൻ തയ്യാറായിരുന്നില്ല. ഒരുപക്ഷെ സെൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇരവിപുരത്ത് UDF ലീഡ് ചെയ്യുന്നു. കോന്നിയിലും ഇടതിന് കാലിടറുമോ? കോന്നിയിൽ ആദ്യം ലീഡ് ചെയ്ത ജനീഷ് കുമാർ 144 വോട്ടുകൾക്ക് പിന്നിലാണ്. കോന്നിയിൽ ആദ്യം ലീഡ് ചെയ്ത ജനീഷ് കുമാർ, അഡ്വക്കേറ്റ് KU ജനീഷ് കുമാർ 144 വോട്ടുകൾക്ക് കോന്നിയിൽ പിന്നിലാണ്. പന്തലിൽ ആഘോഷം നടക്കുമ്പോൾ തമിഴ്നാട്ടിൽ DMK ഓഫീസിൽ നിന്ന് പന്തൽ പൊളിച്ചു മാറ്റുന്ന DMK ഓഫീസിൽ നിന്ന് പന്തൽ പൊളിക്കുന്നു. KPCC ആസ്ഥാനത്തെ പന്തലിലേക്ക് വിജയ് TVK നേതാക്കളുടെ ആസ്ഥാനത്തേക്ക് എത്താൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു. റിസോർട്ടിലേക്ക് നമുക്ക് ഒരിക്കൽ